ഈ പുഴയും കടന്ന് ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നിവിനാണെങ്കിൽ തൊഴുതിട്ട് വന്ന് അവിടെ വിഷമത്തോടെ ഇരിക്കുകയാണ്. കാവേരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, കാവേരിയെ കാണാൻ പറ്റില്ല, ആ ഒരു സങ്കടത്തിലിരിക്കുകയാണ് നിവിൻ. അതുപോലെ തന്നെ കാവേരി നിഴൽമോളുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തും, കാശ് പോയിൻ്റെ വിഷമത്തിൽ രണ്ടുപേരും ഒരു തൂണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വന്നിങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നില്ല, രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ സമയത്താണ് രാഗിണി നിവിനെ തിരക്കി വരുന്നത്. അങ്ങനെ തിരക്കി വരുന്ന രാഗിണി കാണുന്നുണ്ട് നിവിനും കാവേരിയും കൂടെ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പം രാഗിണിക്ക് ആദ്യം ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രാഗിണിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല, രണ്ടുപേരും ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. നിവിൻ കാവേരിയെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ കാവേരി നിവിൻ്റെ കാര്യം ആലോചിച്ചിരിക്കുകയാണെന്ന് രാഗിണി വിചാരിക്കുന്നത്. അതിനുശേഷം അവിടെ മാറി നിന്ന് രാഗിണി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കാവേരി അവിടെ നിന്ന് എണീച്ച് പോവുകയാണ്. നിവിനാണെങ്കിൽ വിഷമത്തോടെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് കാണുമ്പം നല്ല സന്തോഷമാവുന്നുണ്ട് രാഗിണിക്ക്. അപ്പോൾ രാഗിണിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ലെന്ന്. അതിനുശേഷം നിവിൻ ചെന്ന് അമ്പലത്തിൽ വീണ്ടും ഒന്നുകൂടെ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ രാഗിണിയെ കാണുന്നുണ്ട്. അപ്പോൾ രാഗിണി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ തൊഴാൻ വന്നിട്ട് കുറേ നേരം ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിവിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണോ ഇല്ലേ എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യാൻ, നിനക്ക് കുറച്ചെങ്കിലും നാണം തോന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഗിണി പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട്. മുമ്പ് നിവിനും കാവേരിയും കൂടെ അവിടെ ഇരുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു രാഗിണി. ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് നിവിൻ ഞെട്ടുന്നുണ്ട്. ഭയങ്കര സങ്കടത്തോടെ വിഷമത്തോടെ ആ ഫോട്ടോ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് നിവിൻ്റെ തൊട്ടടുത്ത് തന്നെ കാവേരി ഉണ്ടായിരുന്നെന്ന്. അപ്പം പെട്ടെന്നാണെങ്കിൽ കാവേരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ രാഗിണി പറയുന്നുണ്ട്, നീ നോക്കണ്ട, അവൾ പോയി, നിൻ്റെ തൊട്ടടുത്ത് തന്നെ അവളുണ്ടായിരുന്നു, പക്ഷെ നിനക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിവിന് നല്ല വിഷമാവുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട്, അവൾ എൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായല്ലോ, എവിടെ തന്നെയോ അവൾ ഉണ്ട്, ഞാൻ കണ്ടെത്തു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രാഗിണി ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ നിന്നെ സ്നേഹിച്ചു, നിനക്ക് എന്നോടൊരു ഇഷ്ടവും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിവിൻ പറയാണ്, നിന്നെ ആരിഷ്ടപ്പെട്ട്, എനിക്ക് കാവേരിയാണ് ഇഷ്ടപ്പെട്ടത്, കാവേരിയെ തന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറയാണ്. അപ്പോൾ രാഗിണി പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ അത് നടക്കത്തില്ല, അത് നടക്കുമെന്ന് നീ വിചാരിക്കാൻ വേണ്ട എന്ന് പറയാണ്. പിന്നെ നിൻ്റെ അമ്മ രാജേശ്വരി ആൻറ്റി ഈ കാര്യങ്ങളാണ് അറിഞ്ഞ പിന്നെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ എന്നൊക്കെ നിവിനെ പേടിപ്പിക്കുന്നുണ്ട്. നീ പോടി എന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. നിവിൻ്റെ മനസ്സിൽ നിറച്ച് അടുത്ത് വന്ന കാവേരിയെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ നിവിൻ അവിടുന്ന് പോവുകയാണ്. രാഗിണിക്ക് നല്ല വിഷമാവുന്നുണ്ട്. അതിനുശേഷം നിവിനാണെങ്കിൽ നല്ല സങ്കടത്തോടെ ഇങ്ങനെ പോവുകയാണ്. അടുത്ത് വന്നിട്ടും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ സങ്കടത്തോടെ പോവുകയാണ്. ഈ സമയത്ത് ഗംഗയാണെങ്കിൽ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ബാങ്കിലേക്ക് പോയ വിനീത് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഗംഗ ചോദിക്കുന്നുണ്ട്, വിനീതേട്ടൻ പൈസ എടുക്കാൻ പോയത്, എന്നിട്ട് പൈസ കിട്ടിയില്ലെന്ന് കാവേരി പറഞ്ഞ്, എന്താ ബാങ്കുകാരുടെ എന്തെങ്കിലും പ്രശ്നമാണോ, അത് ശരിയായോ, പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നോ, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഗംഗ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിനീത് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. എന്താ വിനീതേട്ടാ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുകയാണ്. അത് ആ പൈസ എല്ലാം പോയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗംഗ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. പൈസ പോയോ, എങ്ങനെ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പം വിനീത് കാര്യം പറയുന്നുണ്ട്. വിനീതിൻ്റെ അടുത്ത് വിളിച്ച് അക്കൗണ്ട് നമ്പർ ചോദിച്ചതും അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തതും OTP പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗംഗ ഞെട്ടുകയാണ്. അപ്പം ഞാൻ പിന്നെ കാശ് എടുക്കാൻ പോയപ്പം അക്കൗണ്ടിൽ കാശില്ലെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാനും കാവേരിയും കൂടെ ബാങ്കിൽ ചെന്നപ്പോഴും ആ പൈസ പോയ കാര്യം അവർ ഞങ്ങളോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗംഗ ഇങ്ങനെ തലയെ വേഴിച്ച് അയ്യോ എന്ന് പറയുകയാണ്. അതിനുശേഷം വീണ്ടും വിനീത് സംസാരിക്കാൻ വരികയാണ്. അത് എൻ്റെ ഒരു അബദ്ധം കൊണ്ട് പറ്റിയത്, ഞാൻ അറിയാതെ ചെയ്തതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗംഗയാണെങ്കിൽ വിനീതിൻ്റെ ഷട്ടി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, വിനീതേട്ടൻ എന്ത് പരിപാടിയായി കാണിച്ചത്, നിളമോളുടെ ഓപ്പറേഷൻ ഞങ്ങളുടെ ജീവിതമായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് തെള്ളിയാണ്. അപ്പോഴത്തേക്ക് വിനീത് ചെന്ന് വീഴുകയാണ്. എന്ന് സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണ്. ഇനി ഓപ്പറേഷൻ എങ്ങനെ നടക്കും എന്നൊക്കെ ഓർത്ത് സങ്കടത്തോടെ പൊട്ടിക്കരയാണ് ഗംഗ. അങ്ങനെ വിനീതിനും ആകെപ്പാടെ സങ്കടമാവുന്നുണ്ട്. ഈ സമയത്ത് രാഗിണിയാണെങ്കിൽ ജയപാലിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ രാഗിണി ആകെപ്പാടെ വിഷമത്തിലാണ്. അപ്പോൾ രാഗിണിയുടെ അടുത്ത് വന്ന് ജയപാൽ ചോദിക്കുന്നുണ്ട്, മോൾ എന്താ വിഷമിച്ചിരിക്കുന്നത്, അച്ഛാ ഇപ്പോഴും നിവിൻ കാവേരിയുടെ പുറകിൽ തന്നെയാണ്, അവളെ കണ്ട് സംസാരിക്കാനും അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കാനുള്ള തയ്യാറെടുപ്പില്ല നിവിൻ, അവളുടെ പുറകിൽ തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ ജയപാൽ ചോദിക്കുന്നുണ്ട്, അവരിവിടുന്ന് തിരുവനന്തപുരത്ത് പോയല്ലോ, പിന്നെന്താ, അവൻ അവിടെയും ചെന്നിരിക്കുകയാണ്, അവിടെ ചെന്നിട്ടും അവൻ്റെ അന്വേഷണം കാവേരിയെക്കുറിച്ച് തന്നെയാണ്, കാവേരിയെ കാണണം, കാവേരിയോട് സംസാരിക്കണം, വിവാഹം മുടങ്ങിയ കാര്യം പറയണം, ഇത് മാത്രമേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ പറയാണ്, അവൻ അവളെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജയപാൽ പറയുന്നുണ്ട്, അവൻ ജീവിച്ചിരുന്നാലല്ലേ അവളെ കല്യാണം കഴിക്കൂ, ഞാൻ അവനെ അങ്ങ് കൊന്നു കളയുമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് രാഗിണി. എന്താ വെച്ചാൽ പറഞ്ഞാൽ അത് തന്നെ, അവനെ ഞാനങ്ങ് കൊന്നു കളയും, എൻ്റെ സഹോദരിയുടെ മോനാന്നുള്ള വിചാരമൊന്നുമില്ല, അവനെ ഞാനങ്ങ് കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടെ ജയപാൽ
അവിടുന്ന് പോവുകയാണ്. അങ്ങനെ രാഗിണി ഇങ്ങനെ ജയപാലൻ പോകുന്നത് നോക്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ജയപാലിനെ ജയിക്കാൻ വേണ്ടി ഇനി നിവിനെ കൊന്നാലും ഒരു പ്രശ്നമില്ലെന്നും പറഞ്ഞാണ് ജയപാൽ പോകുന്നത്.